ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ ആയി നമ്മൾ എംബ്രോയ്ഡറി വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബട്ടർഫ്ലൈ സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള, സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിലിംഗ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ആദ്യം നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിലിംഗ് ആദ്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഷോൾഡറുമാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ കുറച്ച് വൈഡായിട്ട് വരുന്ന കാരണം ഞാനൊരു 4 ഇഞ്ച് കുറച്ചതിന് ശേഷം 6.25 ഇഞ്ചിലാണ് നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ച് ഷോൾഡർ 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിഗാല് മാർക്ക് ചെയ്യാം. റിഗാല് ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാര്യം മേളിൽ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിന് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്ന കാരണം ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 7.25 ഇഞ്ചാണ് വരുന്നത്. ആ 7.25 ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് വരുന്ന പോർഷനിൽ ഒരു ചെറിയൊരു കർവ്, അതായത് ഒരു സ്ക്വയർ പോലത്തെ ഒരു പോർഷനാണല്ലോ വരുന്നത്. പിന്നെ സീം അലവൻസ് എക്സ്ട്രാ ഞാൻ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ പോർഷനിലെ കോർണറിൽ നിന്ന് ഇവിടുന്ന് ഒരു 1 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത, അതായത് ഈ ഒരു പോർഷനിൽ, ഇപ്പോൾ തൊട്ട പോർഷനിൽ അവിടെ വരെയാണ് നമ്മൾ ആ കർവ് വരയ്ക്കേണ്ടതുള്ളൂ. അതിൽ നിന്ന് നീട്ടി അങ്ങോട്ട് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ശേഷം നമ്മൾ ഇതേപോലെ നമുക്ക് ഫ്രണ്ടിൽ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വരയ്ക്കണം. അതിന് വേണ്ടി ഒരു 4 ഇഞ്ച് മതിയാവും. ഇതേപോലെ ഒന്ന് വരച്ച് നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ഫ്രണ്ടിൽ ആം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോകേണ്ട, കറക്റ്റ് ആ ഇതിൽ തന്നെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ നെക്കിൻ്റെ ലെങ്തും വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ 3.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് സ്ക്വയർ നെക്ക് തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ക്വയർ നെക്ക് വരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മെഷർ ചെയ്തേക്കുന്നത് 14.5 ഇഞ്ചാണ്. അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ 15 ഇഞ്ചിലാണ് ഞാനിത് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷൻ 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ താഴത്തെ ആ ഷേപ്പിൻ്റെ പോർഷൻ വരുന്നത് 6.5 ഇഞ്ചാണ്. ആ 6.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ കറക്റ്റായിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടു ആ മാർക്ക് ചെയ്ത പോർഷനിൽ നിന്ന് ഒരു 1 ഇഞ്ച് മേളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യും. ഇവിടുന്ന് ഒരു 1 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചരിച്ചൊന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഒന്ന് ചരിച്ച് അങ്ങോട്ട് വരച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് അതായത് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷൻ അല്ലെങ്കിൽ നമ്മൾ സൈഡ് പോർഷൻ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അത് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ താഴത്തെ പോർഷനിൽ ആ ഷേപ്പിൻ്റെ പോർഷനിലൊന്ന് ചരിച്ച് വരച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിനിയും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ വരച്ച കറക്റ്റ് ആ പ്രോപ്പർ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവല്ലേ. കാരണം നമ്മൾ ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്. അത് കാരണം നമ്മൾ ഫസ്റ്റ് ലൈനിങ് അല്ലേ കട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബോഡി പാർട്ട് മെയിൻ തുണിയാണ് കട്ട് ചെയ്യുന്നത്. അത് കാരണം നീങ്ങി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ കട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ മാർക്ക് ചെയ്തതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലെ തുണി മാറ്റി വെക്കുക. ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ഇട്ട് കറക്റ്റ് ഷോൾഡറും കാര്യങ്ങളൊക്കെ ലെവലാക്കി വെച്ചതിന് ശേഷം ഈ ഒരു കർവ് കുഴിച്ച് വെട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് സ്ലീവ്സും കൂടെ കട്ട് ചെയ്യണ്ട. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ചെയ്യുന്നത്. പിന്നെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നമുക്ക് ചെറിയ ഗ്യാദേഴ്സ് വരുന്ന സ്കേർട്ട് പാർട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ 4 പീസായിട്ട് മടക്കി ഇങ്ങനെ ഇടുക. ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക. ഓക്കെ, 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ 2 പീസ് തുണി വരുന്ന രീതിയിലാണ് ഞാൻ ഉള്ളിൽ വെച്ചേക്കണത്. ഈ സൈഡ് ഓപ്പൺ അല്ല, മറ്റേ സൈഡ് മാത്രമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ യോക്ക് പോർഷൻ എത്രയാണ് മാർക്ക് ചെയ്തത്?
14.5 ഇഞ്ചാണ് നമ്മുടെ യോക്കിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ കയ്യിൽ പിടിക്കുക. ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇട്ട തുണിയിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കറക്റ്റ് സ്കേർട്ട് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് ഫുള്ള് നമ്മളെടുത്തത് 43 ഇഞ്ചായിരുന്നു. അപ്പോൾ 43 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ ഇട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മേളിൽ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത്. കുഞ്ഞു പ്ലീറ്റ്സ്, വളരെ ചെറുതായിട്ട് ഗ്യാദേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ ഒരു പ്ലീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. നമുക്കിനി സ്ലീവ്സും കൂടെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു സ്ക്വയർ പീസ് തുണി എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ സ്ക്വയർ ആയിട്ട് വരുന്ന ഒരേ ലെവൽ വരുന്ന തുണി എടുക്കുക. ഇതേപോലെ 4 ഇഞ്ച് സ്ലീവ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴത്തെ പോർഷൻ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും, കാര്യം താഴത്തെ പോർഷൻ ചെറുതാക്കി മതി. ഒരു 15 ഇഞ്ചിൻ്റെ ലെങ്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒരുപാട് പ്ലീറ്റ്സ് ഇല്ലാതെ വരുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ബട്ടർഫ്ലൈ സ്ലീവിന് ഒത്തിരി പ്ലീറ്റ്സ് വന്നു കഴിഞ്ഞാലും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിലോട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ടാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ക്വയർ പീസ് ഇതേപോലെ നെക്കിൻ്റെ അതേ അളവിലുള്ളൊരു സ്ക്വയർ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ആ ഒരു എഡ്ജിൽ കൂടെ ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ സ്ലീവ് കൈ കൊണ്ട് കാണിക്കുന്ന പോലെ ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ പറഞ്ഞ പോലെ അടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണർ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉള്ളിലേക്ക് തിരിച്ച് നമുക്ക് അത് ഉള്ളിലേക്ക് വരേണ്ട പോർഷനാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ 3 സൈഡും ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് പതിച്ചടിക്കുകയും കൂടെ വേണം. എന്നാലാണ് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ആ നെക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെക്ക് ഫിനിഷാക്കി എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ജോയിനിങ് ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 പാർട്ടും കൂടി വെച്ചതിന് ശേഷം ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നല്ല വശങ്ങൾ രണ്ടും കൂടി ഇതേപോലെ ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വശം മടക്കിയല്ലേ വെച്ചേക്കുന്നത്, അത് ഇതേപോലെ വിടർത്തി പിടിക്കുക. 2 സൈഡിലെയും വിടർത്തി പിടിക്കുക കേട്ടോ. ഇതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് വിടർത്തി പിടിക്കാം. വിടർത്തി പിടിച്ചതിന് ശേഷം അതിലൊരു നമ്മൾ ആദ്യം പതിച്ചടിച്ച സ്റ്റിച്ച് ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റിച്ചും രണ്ടും ഒരേപോലെ ഒപ്പം വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആ സ്റ്റിച്ചിൻ്റെ ഇത് പ്രോപ്പറായിട്ട് കാണുന്നില്ല, കാര്യം ആ സെയിം ക്ലോത്തിനോടുള്ള കളറായത് കാരണം ത്രെഡ് അത്ര നീറ്റ് കാണാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച ഒപ്പം പിടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സൈഡ് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോയിൻ ചെയ്തിട്ട് കാണിക്കാതെ കണ്ടോ, ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ നമ്മൾ ആ വിടർത്തി പിടിച്ച ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലേക്ക് വരുന്ന ഭാഗം കറക്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. 2 സൈഡും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഉള്ളിലേക്ക് അത് മടക്കി വെച്ചിട്ട് നെക്ക് ഒന്നും കൂടി ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഇതേപോലെ വെച്ചൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കുക. ഉൾവശത്തേക്ക് ഇത്രയും ഇങ്ങനെ ക്ലോത്ത് ഉള്ളിലേക്ക് വരും. ഓക്കെ, നമ്മൾ എത്രയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് അതനുസരിച്ച് ഉള്ളിലേക്ക് ക്ലോത്ത് ഇങ്ങനെ വരും. എന്നിട്ട് അത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക. അത് അടിച്ചതിന് ശേഷം ഞാൻ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. കണ്ട് ഇതേപോലെ ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട്, 2 സൈഡും അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ വന്ന എക്സ്ട്രാ പീസും പതിച്ചടിച്ചാണ് വെച്ചേക്കുന്നത്. ഹെമ്മി ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ലൈനിങ് ഇല്ലാത്ത തുണിയിൽ ഇങ്ങനെ അടിക്കുന്നതായിരിക്കും. അതാകുമ്പം കുറച്ചുകൂടി നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ആം ഹോളാണിത്. മറ്റേ അടിയിലിങ്ങനെ കുറച്ച് ക്ലോത്ത് കയറി വരുന്നത് ബാക്ക് ആം ഹോളാണ്. ഓക്കെ, ഇത് ഫ്രണ്ട്, അത് ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ബട്ടർഫ്ലൈ സ്ലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത പീസിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ സൈഡ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയടിക്കാം. ഇതാണ് നമ്മളുടെ ക്ലോത്തിൻ്റെ, അതായത് കൈയുടെ താഴത്തെ പോർഷനിലേക്ക് വരുന്ന പോർഷൻ അതാണ്. മറ്റേ സൈഡ് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് ചെയ്യേണ്ടത്.
ഈ സൈഡ് അതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് ചെയ്യണം. അപ്പം ഒരുപാട് വലിയ പ്ലീറ്റ്സ് വേണ്ട, ചെറുതായിട്ടുള്ള ലൈറ്റായിട്ട് വരുന്ന പ്ലീറ്റ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. എന്നാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇതേപോലെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രണ്ട് കൈയും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്, ഒരുപാട് വലുതല്ല. നമുക്ക് തയ്ച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ സ്ലീവ് നല്ല രസമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സ്ലീവും ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ കാണും. അതായത് ഇതുപോലെ രണ്ടും ഒപ്പം വെച്ച് രണ്ട് സ്ലീവ്സിൻ്റെയും സെൻറ്ററിലെ പോർഷനിലേക്ക് നമുക്ക് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഒപ്പം വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കട്ട് ചെയ്ത് അത് കാണിച്ചു തരാം. ഇതേപോലത്തെ സ്ലീവ്സിൻ്റെ ഈ പോർഷനിൽ സെൻറ്റർ മനസ്സിലാക്കാനാണ്. നമുക്ക് ഈ സെൻറ്റർ പോർഷനാണ് നമ്മൾ സ്ലീവ്സ് മറ്റേ ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്തില്ലായിരുന്നോ, അവിടേക്ക് ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതേപോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ ഇതുപോലെ വിടർത്തിയിട്ടു. ആ ജോയിൻ ചെയ്യുന്ന പോർഷനിലേക്ക് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തില്ലേ, അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ ആ ഒരു പോയിന്റിലേക്ക്, ആ ജോയിൻറ്റ് ചെയ്ത പോയിന്റിലേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ വിടർത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും രണ്ട് സ്ലീവ്സ് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ വരുന്ന സ്ലീവ്സിൻ്റെ പാർട്ട് വരുന്ന ആ ഒരു ഫൈനലായിട്ട് വരുന്ന ലുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ടോ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ അതേ ഞാൻ രണ്ട് സ്ലീവ്സും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മളുടെ ബോഡി പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ആദ്യം ഒരു സൈഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു സൈഡ് ചെയ്യാനത് വിടർത്തിയിട്ടിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ പോർഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ സ്കേർട്ടിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫ്രണ്ടോ ബാക്ക് ഏത് സൈഡാണെന്ന് വെച്ചാൽ ആദ്യം അത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഇതൊന്നുമില്ല, ഏത് സൈഡാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ മനസ്സിലാക്കിയതിന് ശേഷം ആ രണ്ട് മനസ്സിലാക്കി ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോഴാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം ചെറിയ പ്ലീറ്റ്സ് ആദ്യം നമ്മൾ കട്ടിങ് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സൈഡിൽ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ അടുത്ത് ചെയ്യുക. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കത് എങ്ങനെയാണ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ പ്ലീറ്റ്സ് ആണ് വേണ്ടത്, ഒരുപാട് വലുതായിട്ടുള്ള പ്ലീറ്റ്സ് ഒന്നും വേണ്ട. കാര്യം ഇത് നൈറ്റി തുണി ആയത് കാരണം മെറ്റീരിയലിന് തന്നെ വിഡ്ത്ത് കുറവാണല്ലോ പൊതുവെ. അപ്പോൾ നമുക്കിത് പ്ലീറ്റ്സ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് സൈഡും ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പോൾ ഇത് ഇതേപോലെയാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത്. ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ അതും കൂടിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.